അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ വേഗമായ മാധ്യമ ക്ഷണിച്ചുകൊടുത്തു. അധ്യക്ഷൻ ജോസ് കുട്ടി വക്കീല്, അതുപോലെ എൻ്റെ സ്നേഹിതൻ പ്രവർത്തകർ, മറ്റേ തോമസ് സാറ്, അതുപോലെ എൻ്റെ സുഹൃത്ത് ടോം മാത്യു സാറ്, പിന്നെ ബെന്നി മാത്യു, എനിക്ക് പേരറിയാവുന്ന എല്ലാ നേതാക്കളും, പേരറിയാവുന്ന വൺ ഇന്ത്യ വൺ കൺവെൻഷന്റെ അഭിമുഖ്യരായ പോരാളികളായ യോദ്ധാക്കളായ ഈ കോട്ടയം ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ വയസ്സായ സായം സന്ധ്യയില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ ചേരാൻ കാരണം? ചിലർക്ക് പറയും വയസ്സന്മാരുടെ സംഘടന, ഇവരെന്തൊക്കെ ഉണ്ടാക്കാൻ പോയാൽ എന്തേലും പോകും, ഇവർക്ക് എന്ത് കഴിയും എന്നൊക്കെ നമ്മളെ ഉത്സവത്തോടെ പരിഹസിക്കുന്ന നവ മാധ്യമങ്ങളും അതുപോലെ ഉള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ പരിഹാസവും ഉത്സവവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ ആശയത്തെ ജനസമുദ്രങ്ങളിലേക്ക് ഇറക്കുന്നത്. പക്ഷെ ആനയ്ക്ക് ആരുടെ ശക്തി അറിയില്ല എന്നതുപോലെ നമുക്ക് നമ്മുടെ ശക്തി അറിയില്ല. എന്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ മുലയൊഴിയുന്ന ശക്തി നമുക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ വ്യക്തമായി പറയുന്നു, ഒരു സീനിയർ സിറ്റിസന്റെ കഴിവ്, അവന്റെ പ്രാപ്തി എത്രയുണ്ട് എന്ന് നിങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിൽ നടന്നു പോകും. സാധാരണ എസ്ഐ അല്ലെങ്കിൽ പോലീസുകാര് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു നമ്മുടെ ദേശത്തുനിന്നായിട്ട് വരപ്പിക്കും, നാളെ ചാടിയും. പക്ഷെ ഉറച്ചു നിൽക്കുന്ന ഒരു സീനിയർ സിറ്റിസൺ ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ എസ്ഐ അവർ ഉന്നയിക്കുള്ളൂ. കാരണം ചോദ്യം ചെയ്യാൻ പവർ ഓവറാണ് സീനിയർ സിറ്റിസൺ. നമ്മൾ ഒരു ആക്രം പോകുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഒരു സമരരംഗത്ത് ചെന്നാൽ ലാത്തിച്ചാറിനെ പേടി, ആ പോലീസ് ഗ്രനേഡോട് വെടിവെക്കും. ഭീമാറ് കാണിക്കൊടുത്ത പൂർവികരുടെ ശക്തിയുള്ള പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ട് നമ്മൾക്ക് ഭയപ്പെടണം? ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിറങ്ങി പോകുന്ന ആയുസിന്റെ പരിപാടികൾ എത്തി നിൽക്കുന്ന നമ്മൾക്ക് സമരം ചെയ്യാനുള്ള വീര്യം പോലെ യുവാക്കൾക്ക് പോലും ഉണ്ടാവില്ല. കാരണം മരണത്തെ ഭയമില്ലാത്തവരാണ് വൃദ്ധജനങ്ങളായ നമ്മൾ. പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ഊർജം നമ്മൾക്കാണുള്ളത്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ സെക്കൻഡിലേക്കല്ല, അതിലും വലിയ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കാരണം 65 ലക്ഷത്തോളം വരുന്ന വൃദ്ധജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇവരിൽ 1 ലക്ഷം സംഘടിച്ചാൽ സെക്രട്ടേറിയറ്റ് നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ 25-ാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് ധർണ്ണ നടത്തി. ഏതാണ്ട് 500 അടുത്ത ജനങ്ങളെ ഉണ്ടായിരുന്നവർ പോലും ഇന്ന് വരെ ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പിന്തുണയില്ലാത്ത ഒരു സംഘടന തിരുവനന്തപുരത്ത് ശക്തമായ ഒരു പ്രകടനം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരും അതുപോലെ മാധ്യമങ്ങളും വരെ അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ശക്തിയില്ലാത്തതല്ല, നമ്മൾക്കൊരു അപകർഷബോധമുണ്ട്. അയ്യോ, ഞാൻ ഇറങ്ങി അങ്ങ് പോയ രാഷ്ട്രീയക്കാരൻ എന്ത് കരുതും, അല്ലെ മറ്റുള്ളവരെ വിചാരിക്കും. നമുക്ക് ഒരു ഇടത്തര ജീവിതത്തിലൊക്കെ നടന്നവരെ ഈ കൊടി പിടിച്ച് സമരം ചെയ്ത് ശീലമില്ല. പക്ഷേ ഈ ശീലമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അവകാശങ്ങളൊക്കെ ഇവർ തട്ടിയെടുത്ത് നമ്മളെ ഈ പരിപാടിയിൽ എത്തിച്ചത്. നിങ്ങൾക്കറിയാം, 50 വയസ്സ് താഴെയുള്ള യുവാക്കൾ നമ്മുടെ സംഘടനയിൽ വളരെ കുറവാണ്. 50 അല്ലെങ്കിൽ 70, 75, 80 വയസ്സുള്ള ആൾക്കാരാണ് കൂടുതൽ. അവരുടെ ചെറുപ്പകാലത്ത് വഴിയായിട്ട് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതകാലത്ത് നെല്ലറ നിറഞ്ഞ, അതുപോലെ കൃഷികൾ നിറഞ്ഞ ഒരു ഗ്രാമം, അതുപോലെയുള്ള ജീവിതവും നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കൃഷി എവിടെയാണ്? കൃഷിക്കാരൻ എവിടെയാണ്? ഒക്കെ പോയി. രാത്രിയും തന്നെ കൃഷിക്കാരനെ നശിപ്പിച്ചപ്പോ അവരുടെ സാമ്പത്തിക പദ്ധതി മുഴുവൻ തകർത്തു കഴിഞ്ഞപ്പോ ഇവിടെ വളർന്നു വന്നത് ആരാണ്? കമ്മ്യൂണിസത്തിന്റെയും
പണിയെടുക്കാത്ത യൂണിയന്റെയും നേതാക്കളാണ് വളർന്നു പോകുന്നത്. അവരാണ് ഇന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങളെ കൊണ്ട് കവർന്നെടുക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൂടെ. നമ്മൾക്ക് നൽകുന്ന പെൻഷൻ 1600 രൂപ പോലും തരാനാകാത്ത അവസ്ഥയിൽ ഇന്ന് കേരളത്തെ കടക്കണിയിൽ കൊണ്ട് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ്. നിങ്ങൾക്ക് എല്ലാവരും PSC പൂർത്തിയാക്കി പ്രവർത്തിച്ചിരിക്കണം. നമ്മുടെ മക്കളെ വീടും പണിയെപ്പിച്ച് നമ്മൾ വിധിയെടുത്തു, ഓരോ കോഴ്സ് പാസ്സാക്കി ഒരു സർക്കാർ സ്വപ്നം കണ്ടിട്ട് PSCയിൽ അപേക്ഷിച്ചാൽ അവിടെ നിയമനമില്ല. അവിടെ പാർട്ടി പിന്തുണ നിയമനം നടത്തി അവിടെ കോഴ്സ് നയിക്കുകയാണ്. ഇവിടെ പാർട്ടിക്കാർക്ക് ശമ്പളം കൊടുക്കുകയാണ് എല്ലാവരും പണമെടുത്തുകൊണ്ട്. ഇത് കാണിക്കുന്ന ഈ അന്യായത്തിനെതിരെ ഒരു അഭിപ്രായം കൊണ്ടില്ല. MLA എവിടെയും പെൻഷൻ കൂട്ടുന്ന നേരത്തെ അവർ തന്നെയാണ് പെൻഷൻ കൂട്ടുന്നത്. നമ്മളിവിടെ ഓരോ ഇത് വലിയ കണക്കിലാണ് ചെല്ലുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ 1600 കൊടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവിടുത്തെ ഭരണകക്ഷി ശരിക്കും മനസ്സിലായ ഒരു ഇലക്ഷനാണ് എന്റെ പാർലമെന്റ്. അപ്പോ വൃദ്ധന്മാർക്ക് ശക്തിയുണ്ട്. പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വോട്ട് ഈ പെൻഷൻ എങ്ങനെ അവർ പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പോ ഭരിക്കുന്ന ഭരണകക്ഷിയൊക്കെ തെറ്റിദ്ധരിത്തലിന്റെ ഏകയും കൊണ്ട് നടക്കില്ല. അടുത്തു വരുമ്പോൾ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ സമയങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ കിറ്റ് തന്നതുപോലെ എന്തെങ്കിലും മക്കാപ്പിച്ച് തന്നുകൊണ്ട് നമ്മുടെ പെൻഷൻ പൈസ പോലും തരാൻ കടം പറഞ്ഞിരിക്കുന്നവരെ ആ സമയമാകുമ്പോൾ 2500 രൂപ ഒരു മാസം പെൻഷൻ തന്നുകൊണ്ട് അവരുടെ വാഗ്ദാനം നിറവേറ്റി എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് വാങ്ങി നിയമസഭയിൽ പോകാനാണ് അവരുടെ അഭിപ്രായം. നമ്മളത് മുന്നേ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൺ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖമുദ്രാവാക്യമായ 10,000 രൂപ പെൻഷൻ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് തിരുവനന്തപുരം വരെ നമ്മൾ വരുന്ന ഒക്ടോബർ 6-ാം തീയതി ഒരു ജാഥ ആരംഭിക്കുകയാണ്. ഒക്ടോബർ 16-ാം തീയതി തിരുവനന്തപുരത്തെത്തുമ്പോ ജനമത സമ്മതം കൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷന്റെ ശബ്ദം തിരുവനന്തപുരത്തിന്റെ അകന്നൂരിയെ രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തുകയാണ് ആ മുദ്രാവാക്യം. കാരണം ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാത്ത, പ്രമുഖ പത്രചാനലുകളുടെ പിന്തുണയില്ലാത്ത വെറും വാട്സാപ്പിലൂടെ വളർന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയെ കൂട്ടി വളർന്ന് വലുതാക്കാൻ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള നൂറുകണക്കായിട്ടുള്ള നിങ്ങളുടെ ഊർജം കേരളം പടർത്താനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് വക്കീലും റോജർ സുഭാഷിനും അതുപോലെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഇത്രയും ഒരു വലിയ സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതുപോലുള്ള ഇതുപോലുള്ള സമൂഹങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്. എനിക്ക് 71 വയസ്സായി. ഈ പ്രായം കഴിഞ്ഞിട്ട് എനിക്ക് 10,000 രൂപ പെൻഷൻ കിട്ടിയിട്ട് മരിക്കാം എന്ന മോഹമൊന്നല്ല ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഈ ഓക്സിജന്റെ നാച്ചുറൽ ജീവിക്കുന്ന ഒരു വയോധിക ഞാൻ എവിടെ പോയാലും എനിക്ക് നാച്ചുറൽ കിടന്നുറക്കാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ കേരളം ഇവിടെ ഓടി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യായം നമ്മുടെ കൂടെയാണ്. അനീതി ചെയ്യുന്നവർക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് നമ്മൾ ജീവിച്ചിരിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഈ ആശയം നടപ്പാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യണം. പിന്നാലെ വരുന്ന സമൂഹം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഈ പണമെടുത്ത് കടമെടുത്ത് കൂർപ്പടിക്കുന്ന ഈ അന്യായക്കാരായ രാഷ്ട്രീയക്കാരെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഓർത്തുമാക്കാണ് മറന്നും അറിഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും. അരമണി കയറി അതുപോലെ തന്നെ മുസ്ലിം മതവിദ്യാർത്ഥിമാരുടെ മക്കൾ പ്രകൃതികളും പെരുന്നാളുകളും ഒക്കെ ഈ രാഷ്ട്രീയക്കാര് ആഘോഷിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ? മതത്തിലെ കുടിയിടങ്ങളിലും ശിവഗിരിയിലും ഒക്കെ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ്? ഈ മതമാനവന്മാരെ പീഡിപ്പിച്ച് വോട്ടുമാർക്കുകളാക്കിയത് വ്യാപാരി വ്യവസായി വോട്ടുമാർക്കാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഭാഗം എല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ആരും അവഗണിച്ച് എല്ലാവരും അവഗണിക്കുന്നത്. അത് ആ അവഗണന മാറണമെങ്കിൽ നമ്മൾ ശക്തരായ പറ്റൂ.
ബോധ്യപ്പെടുത്തണം. ഈ 10,000 രൂപ നമ്മുടെ അവകാശമാണ്, ഔദാര്യമല്ല. സുപ്രീം കോടതിയിൽ ഔദാര്യമാണെന്ന് ഈ ഗവൺമെന്റ് സത്യവാങ്മൂലത്തിന്റെ ഫലമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയത് അവരുടെ ഭാഗ്യ ഫലം കൊണ്ട് കിട്ടിയത, അല്ലെങ്കിൽ കിട്ടിയത് അത്രയും ജനരോഷമുണ്ടായി. ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ തൃശ്ശൂർക്കാരായ സുരേഷ് ഗോപി അവിടെ ജയിപ്പിച്ച വാർത്തയ്ക്ക് നിങ്ങൾ കേൾക്കുകയാണ്. കാരണം BJPയോട് ആർക്കും തൃശ്ശൂരിൽ ജയിപ്പിച്ച ആൾക്കാർക്ക് ആർക്കും താല്പര്യമുണ്ടായിട്ടില്ല. പക്ഷേ തമ്മിൽ പേദം തോന്നലെന്ന് അവിടുത്തെ ജനങ്ങൾ വിജയിക്കും. BJPയിലെ സുരേഷ് ഗോപിയെ ഇപ്പോൾ ജയിപ്പിച്ച് അവിടെ ആ നാടിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചു. അത് തന്നെയുമല്ല, രാഷ്ട്രീയക്കാര് പറഞ്ഞു വെച്ചിട്ട് ഇടതും വലതും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും എല്ലാം മാറി പരീക്ഷിച്ചിട്ടോ ഒരു വികസനം പോലും കൊണ്ടുവരാതെ നാടിനെ നശിപ്പിച്ചു എന്ന് ചോദ്യം വന്നപ്പോ ഇത്തോടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അത് വെറും ഭൂരിപക്ഷമല്ല, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഒരു MP തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ വനിതകളാണ് കൂടുതൽ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചതെന്ന് പത്രമാധ്യമങ്ങൾ എഴുതി. എന്തുകൊണ്ട് വനിതകൾ കൂടുതൽ അത് പ്രതിഫലിപ്പിച്ചു? വീട്ടമ്മമാരാണ് ഈ വില കയറ്റത്തിന്റെ കെടുതി അനുഭവിച്ചവർ, അവരാണ് വിഷമിച്ചവർ. 100 രൂപ കൊണ്ട് കടയിൽ പോയാൽ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും തികയാത്ത വിലക്കയറ്റം. അതിൽ പൊതുമുട്ടിയ വീട്ടമ്മമാരെ ഒന്ന് മാറി ചിന്തിച്ചു, മാറി കുട്ടി സുരേഷ് ഗോപി ഭൂരിപക്ഷത്തെ ജയിച്ചു. 1 India 1 പെർസെന്റ് വീട്ടമ്മമാരിറങ്ങി ഓരോ വീടുകളും കയറി ഇറങ്ങി ഇത് നമ്മുടെ അവകാശമാണെന്ന് പറയാനുള്ള ഒരു ട്രെൻഡാണ്. വനിതകൾ വൃദ്ധരുമായ മാതാപിതാക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഉദ്യമം വിജയിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ടു ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ച ബഹുമാന്യരായ സുഹൃത്തുക്കളായ നേതാക്കളുടെ ഭയത്തലത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.